ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് വിസി നിയമന നടപടികളിൽ സുപ്രീം കോടതി വിധിയും യുജിസി മാനദണ്ഡങ്ങളും അംഗീകരിക്കാൻ ചാൻസലർ തയ്യാറാവണമെന്നും ചാൻസലർ സർവകലാശാല നിയമങ്ങളെ വെല്ലുവിളിക്കരുതെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറഞ്ഞു. എസ് ഷീജ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷീജ, രൂക്ഷമായ ഭാഷയിലാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് ചാൻസലർക്കെതിരെ വിമർശനം ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് രാഷ്ട്രീയമായ സമീപനം സർവകലാശാലകളിൽ എടുക്കരുത് എന്ന തരത്തിലുള്ള നിലപാടും ഇപ്പോൾ സിൻഡിക്കേറ്റ് കൈക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും കാവ്യയായാലും ഗവർണർ അതായത് ചാൻസലർ കൂടിയായ ഗവർണർക്കെതിരെ ശക്തമായ രീതിയിൽ ഉള്ള നിലപാട് സ്വീകരിച്ചാണ് ഇപ്പോൾ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് മുന്നോട്ട് പോകുന്നത്. പ്രധാനമായും വിസി നിയമനവുമായി ബന്ധപ്പെട്ട് ചാൻസലർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അത് ശരിയായ രീതിയല്ല എന്ന് തന്നെയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ വിസി നിയമന നടപടികളിൽ സുപ്രീം കോടതി വിധിയുണ്ട്. ആ വിധിയും അതിനൊപ്പം തന്നെ യുജിസിയുടെ മാനദണ്ഡങ്ങളുണ്ട്. അതും അംഗീകരിക്കാൻ ചാൻസലർ തയ്യാറാകണം എന്ന് തന്നെയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ച് ഒരു സംയുക്ത പ്രസ്താവനയും സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇറക്കിയിട്ടുണ്ട്. കേരള സർവകലാശാലയുടെ ചാൻസലർ ഉൾപ്പെടെയുള്ള പദവികളും അതോടൊപ്പം തന്നെ ഭരണ സംവിധാനങ്ങളും സർവകലാശാല നിയമപ്രകാരമാണ് നിലവിൽ വന്നതെന്നും ചാൻസലർ ഉൾപ്പെടെയുള്ളവർക്ക് ഈ നിയമം ബാധകമാണെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം തന്നെ ചാൻസലറും പ്രോ ചാൻസലറും സെനറ്റ് അംഗങ്ങളാണ്. ചാൻസലർ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ വൈസ് ചാൻസലർ ഇല്ല, ചാൻസലറാണ് ചെയർ ചെയ്യേണ്ടതെന്ന് സർവകലാശാല ആക്ട് വ്യക്തമാക്കുന്നുണ്ട്. കേരള സർവകലാശാലയുടെ ആക്ടിലെ ചാപ്റ്റർ 3 പറയുന്നത് പ്രകാരം ചാൻസലറുടെ അഭാവത്തിൽ ചാൻസലറുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും പ്രോ ചാൻസലർക്ക് നിർവഹിക്കാം. ആ രീതിയിലാണ് പ്രോ ചാൻസലർ സെനറ്റിൽ കഴിഞ്ഞ ദിവസം ചെയർ ചെയ്തത്. അതുകൊണ്ട് തന്നെ പ്രോ ചാൻസലർ സെനറ്റിൽ ചെയർ ചെയ്തത് നിയമപ്രകാരമാണ് എന്നുള്ള കാര്യവും സിൻഡിക്കേറ്റ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ചാൻസലർ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുകയും പ്രോ ചാൻസലർ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ യോഗം ചെയർ ചെയ്യാൻ പ്രോ ചാൻസലർക്ക് അവകാശമുണ്ട്. അതിനെയാണ് ഇപ്പോൾ ചാൻസലർ ചോദ്യം ചെയ്യുന്നത് എന്നുള്ള കാര്യവും ഇതിൽ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ അധികാരം ആക്ടിൽ കൃത്യമായ രീതിയിൽ പറയുന്നതാണ്. വസ്തുത ഇതായിരിക്കെ ഈ വിഷയത്തിന്മേൽ തെറ്റായ കാര്യങ്ങളാണ് ചാൻസലർ പൊതുസമൂഹത്തിന് മുന്നിൽ പറയുന്നത്. ഇതിലൂടെ സർവകലാശാലയാണ് അപമാനിക്കുന്നത് എന്നുള്ള കാര്യവും സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഷീജ, രൂക്ഷമായ വിമർശനമാണ് ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് ഉന്നയിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും എസ് ഷീജ നൽകിയത്.